ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തുഷാരഗിരി കേട്ടോ, അതായത് നമ്മുടെ താമരശ്ശേരി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ പാസ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 40 രൂപ, വണ്ടിക്ക് പാസ് ഉണ്ട് 40 രൂപ. അവിടെ 3 വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞു, വലിയ 3 വെള്ളച്ചാട്ടം. നമ്മളങ്ങോട്ട് കടന്ന് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഈ ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ. അത് കേട്ടോ, ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ മനോഹരമായിട്ട് മുളയൊക്കെ പാകി തറയെ കല്ലൊക്കെ പതിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ വഴിയൊക്കെ നല്ല വൃത്തിയാക്കി അടുക്കി പൊറുക്കി ഇട്ടേക്കണേ, നല്ല തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടേക്കണേ കേട്ടോ. ഇത് അടുത്ത വെള്ളച്ചാട്ടത്തോട്ട് കുറേ ദൂരമുണ്ട് കേട്ടോ. പിന്നെ ഇത് ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ്. വൈകിട്ട് 6 മണി വരെ 6 മണി വരെ പ്രവേശനമുള്ളൂ. നമ്മൾ ചെന്നപ്പം 5 മണി വരെ പ്രവേശനമുള്ളൂ. 6 മണി വരെ അവിടെ ഇരിക്കാം. നമ്മൾ ചെന്നപ്പം ഏകദേശം 5 മണി അടുപ്പിച്ചായിരുന്നു. നമുക്ക് 3 വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാലേ ആദ്യത്തെ വെള്ളച്ചാട്ടമായി കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ വഴിയുണ്ട്. ഇത് വെള്ളച്ചാട്ടം ഒഴുകി വരും. നമ്മൾ നടന്നു വരുന്നതിൽ വെള്ളച്ചാട്ടത്തിൽ ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം ഈ കയറാൻ പോകുന്ന തൂക്കുവാലം ക്രോസ് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ട്. അതല്ല, ഇതൊരു ചെറിയ തൂക്കുവാലമാണ്. സൈഡ് കമ്പിയൊക്കെ കുറച്ചൊക്കെ തുരുമ്പ് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. ഇതൊരു ചെറിയ തൂക്കുവാലം. ആ തൂക്കുവാലം കഴിഞ്ഞ് അപ്പുറത്ത് ആ ഒരു കമ്പി കാണിക്കുന്നുണ്ടോ, അങ്ങോട്ട് കമ്പിയൊക്കെ പോയി കിടക്കും. അങ്ങോട്ട് ആളെ വിടുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം മഴയായതുകൊണ്ട്, നല്ല വെള്ളമായതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം വേനലിൽ കാണാമെന്ന് പറഞ്ഞു. വേനലിൽ വെള്ളം കുറവായിരിക്കും എന്ന് പറഞ്ഞു. വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് വേനലിൽ വെള്ളം കുറവായിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. ഇതിങ്ങനെ കട്ടയൊക്കെ പാകി പണിത് റെഡിയാക്കി വെച്ചേക്കണേ. ഈ ജൂക്കാലിത്തടിക്ക് ഇരിക്കാനൊക്കെ പണിതേക്കുന്നതാണ്. പക്ഷേ ബാക്കി ചുറ്റോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള സീറ്റ് മാത്രമില്ല, ഇരിക്കാനുള്ള സീറ്റിൻ്റെ പലയൊക്കെ പോയിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കയറി ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം ഇത്രയും അടുത്ത് വരെ കാണാം. ഇതിൻ്റെ മേളിൽ 1/2 കിലോമീറ്റർ പോകണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 3/4 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞ് അടുത്തത്. അങ്ങനെ 2 വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലുണ്ട്. അങ്ങോട്ട് നമ്മളെ കടത്തി വിടുന്നില്ല. പിന്നെ ഇവിടെ ഒരു മരമുത്തശ്ശിയാണെന്ന് പറഞ്ഞു. താന്നിയാന്ന് പറഞ്ഞാൽ താന്നി മരമുത്തശ്ശി കണ്ട നല്ല ഡെവലപ്പൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. മരമുത്തശ്ശിയുടെ ചുവട് നിങ്ങൾ കണ്ടോണം. മരമുത്തശ്ശിയുടെ ചുവട്ടിൽ ഇതേ കണ്ടോണം. ഇതിനകത്ത് നമുക്ക് ഒരാൾക്കകത്ത് കയറാം. നല്ല വലിപ്പമുള്ള ഇതാണ്. അപ്പം നമ്മൾ വിചാരിച്ചിങ്ങനെ വേര്, മരത്തിൻ്റെയൊക്കെ വേരിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടല്ലേ, അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കയറിയത് കേട്ടോ. കയറി കണ്ടോണേ. കയറി ആക്കാൻ കാണാനാണ് ഭംഗി. കയറിയിട്ട് അകത്തോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ കയറ്റിയല്ലേ കാണാൻ പറ്റൂ. നമ്മുടെ ക്യാമറമാനെയും കൂടെ നമുക്കിതിനകത്ത് കയറ്റണം. അപ്പോൾ ഈ ക്യാമറമാനെ അതിനകത്ത് വലിച്ചു കയറ്റാൻ പോവാണേ. ഇതേ കണ്ടോണം. ഈ മരത്തിൻ്റെ മേള് വെച്ച് കേട്ടോ. അതായത് ഈ മരം മേള് വരെ ഇതിനകം പോയിരിക്കും. അതുകൊണ്ടോ ആ കാണുന്ന ഹോളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഹോള് കാണുന്നതിൻ്റെ ഏറ്റവും മേള് വെച്ചോ ആ ഇലച്ചാർത്ത് കാണുന്നതിൻ്റെ അവിടെ കാണുന്നത് കേട്ടോ. മൊത്തം പോയിരിക്കുക. അപ്പം മൊത്തം അതിനാണ് മരമുത്തശ്ശി തന്നെ അവർ പേരിട്ടേക്കുന്നത്. മരമുത്ത് കണ്ടല്ല, അതിൻ്റെ ചുറ്റുവട്ടം മൊത്തം പോയിരിക്കുന്നു. നമ്മുടെ ക്യാമറ വെളിയിലോട്ട് കാണുന്നു. എങ്ങനെ ഉണ്ടെന്നോ ക്യാമറമാർ തന്നെ അത്ഭുതമായിപ്പോയി. ഇതങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം തന്നെ കേട്ടോ. അത് അങ്ങോട്ടൊന്നും ഇറക്കി വിടത്തില്ല. അവിടെയൊക്കെ എല്ലാം വേലിയൊക്കെ കെട്ടി അടച്ചു വെച്ചേക്കുക. അങ്ങോട്ട് വിടത്തില്ല, അങ്ങോട്ട് അപകടമാണെന്ന് പറഞ്ഞു. പിന്നെ മരമുത്തശ്ശി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. നല്ല ഭംഗിയായിട്ട് സിമെൻറ്റ് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തിയായിട്ടോ അവിടെ. ആ കാര്യം പറയണം കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ മരങ്ങൾക്കെല്ലാം ഇതൊക്കെ പേരൊക്കെ എഴുതി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മരത്തിലും പേര് ഇതാണ്. പിന്നെ കുഞ്ഞുണ്ണി മാഷിയുടെ ന്യൂവിൻ്റെ ചിഹ്നം ആരാണ്ട് അടിച്ച് മാറ്റിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് അത് മാത്രം ആരാണ്ട് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ പാലത്തേക്കൂടെ തിരിച്ചു വരും കേട്ടോ. നമ്മളെ സന്ധ്യയായി, ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അധികം നേരം ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ സെക്യൂരിറ്റി കൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഇവിടെ വെള്ളച്ചാട്ടം കണ്ടിരിക്കാൻ സീറ്റൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ 1-2 പേരൊക്കെ ഇരിപ്പുണ്ട്. നമ്മളങ്ങോട്ട് പോയപ്പം അത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അതുപോലെ തന്നെ ഒരു തടിയിലൊരു സാധനം പണിത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കാം കേട്ടോ. ഇത് അവിടുത്തെ സ്റ്റേജും പരിപാടികളും ഒക്കെ അവതരിപ്പിക്കുന്ന ചെറിയ സ്റ്റേജ് പോലെ ഇട്ടിട്ടേക്കണം. അപ്പോൾ സന്ധ്യയായി. നമ്മളത്തെ പരിപാടി അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്ത്